വചനം വചനം നീതിയുടെ വചനം ദൈവവചനം ജീവന്റെ വചനം നീതിയുടെ വചനം നീതിയുടെ വചനം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ദിവസത്തെ കൂടി കാണുവാൻ ദൈവം നമുക്ക് അവസരം നൽകി തന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വചനത്തിൻ്റെ ഉള്ളറകളെ തുറക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഈ നീതിയുടെ വചനം അനേകർക്ക് അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം മനുഷ്യൻ്റെ സ്വന്തം ശക്തി കൊണ്ട് അല്ലെങ്കിൽ വിൽ പവർ കൊണ്ട് അവന് സൽഗുണപൂർണത പ്രാപിക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. ഇതിന് ആധാരമായിട്ടൊരു വാക്യം യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യം. മത്തായി 5:48. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവകളെ ഞാൻ നേരത്തെ സാധാരണ പറയാറുള്ളത് പോലെ വചനം വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ വചനം നമ്മൾ തിരുവചന സത്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. ഈ സൽഗുണപൂർണത എന്ന് പറയുന്നത് യേശു ക്രിസ്തു പറയുവാനൊരു കാരണമുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? സൽഗുണപൂർണനായിട്ടാണ്. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് സൽഗുണപൂർണനായിട്ടാണ്. ദൈവം തൻ്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്. എന്നാൽ സാത്താനുമായിട്ടുള്ള സംസർഗത്തിൽ അഥവാ സഹവാസത്തിൽ മനുഷ്യനത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത് കൊണ്ട് പൂർണ്ണത നഷ്ടപ്പെടുത്തി കളഞ്ഞത് കൊണ്ട് മനുഷ്യനെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടു. ഒരു വസ്ത്രമൊക്കെ ഉണ്ടാക്കി അവനെ ഉടുപ്പിച്ച് അവനെ ഏദൻ തോട്ടത്തിൽ പുറത്ത് അവനെ താമസിക്കുവാൻ അനുവദിച്ചു. അല്ലാതെ സൽഗുണപൂർണ്ണ നഷ്ടപ്പെട്ടതുകൊണ്ട് അവനെ നശിപ്പിച്ചു കളയുവാൻ സ്നേഹവാനായ ദൈവത്തിന് ഇഷ്ടമല്ല. എന്താണ് കാരണം? ആ ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹമാണ് എൻ്റെ അടിസ്ഥാനം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ്? അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പണ്ട് എപ്പിസോഡുകളിൽ ചിന്തിച്ചതാണ്. എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? കർത്താവേ സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനാണോ? അല്ല. ദൈവം സ്നേഹിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്താ കാരണം? ദൈവം എന്ന് പറയുന്നത് തന്നെ സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണ്. അതുകൊണ്ട് ആ സ്നേഹത്തിന് സ്വയമായിട്ട് ഇത് സ്ഥിതി ചെയ്യുവാൻ സാധ്യമല്ല. സ്നേഹിക്കപ്പെടുവാൻ ഒരാൾ വേണം. അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ച മനുഷ്യനെ നശിപ്പിച്ച് കളയുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് തോട്ടത്തിൻ്റെ വെളിയിൽ താമസിക്കുവാൻ ദൈവം അനുവദിക്കുകയാണ് ചെയ്യുന്നത്. കാരണം തോട്ടത്തിൽ തന്നെ കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? അവൻ ജീവവൃക്ഷം ഇവിടെ ഉണ്ട്. ജീവവൃക്ഷം ഉള്ളത് കൊണ്ട് അവൻ ഇനിയും പറിച്ച് തിന്നാൻ പോകുന്നത് ജീവവൃക്ഷമാണ്. ആരാണ് പറിച്ച് തിന്നാൻ പോകുന്നത്? സൽഗുണപൂർണത നഷ്ടപ്പെട്ടവനാണ് ജീവന്റെ വൃക്ഷഫലം ഭക്ഷിച്ച് നിത്യകാലം ജീവിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ ഏദൻ തോട്ടത്തിന് പുറത്താക്കിയത്. കാരണം ഈ സൽഗുണ പൂർണ്ണത നഷ്ടപ്പെട്ട മനുഷ്യൻ സദാകാലത്തേക്കും ജീവിക്കാനിടയായാൽ എന്താണ് സംഭവിക്കുന്നത്? ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് ഈ സൽഗുണപൂർണ്ണത നഷ്ടപ്പെട്ടവരെ കൊണ്ട് മാത്രമേ സാധിക്കൂ.
അതുകൊണ്ട് ഈ ദൈവരാജ്യം ആരുടേതാണ്? തേജസ് നഷ്ടപ്പെട്ടവരുടേതല്ല, സൽഗുണപൂർണ്ണത നഷ്ടപ്പെട്ടവരുടേതല്ല ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറയുന്നത് സൽഗുണപൂർണ്ണത ഉള്ളവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണൻ ആയിരിക്കുക. എന്നാൽ ഈ ഏദൻ തോട്ടത്തിന് വെളിയിൽ മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് അവന് ദൈവം നേരത്തെ കൊടുത്ത സൽഗുണപൂർണ്ണത അവൻ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് എന്താണ് ദൈവം പറഞ്ഞത്? നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ട് നിങ്ങൾ സൽഗുണപൂർണ്ണത പ്രാപിക്കണം. പറയുന്ന സത്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സൽഗുണപൂർണ്ണത നഷ്ടപ്പെട്ട മനുഷ്യനോട് ദൈവം ആവശ്യപ്പെടുന്നത്, നിങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ട് നിങ്ങൾ ഇനിയും സൽഗുണപൂർണ്ണത പ്രാപിക്കണം. അതിനായിട്ടുള്ള ശ്രമമാണ് ഇന്ന് മനുഷ്യ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് യേശുക്രിസ്തു പറഞ്ഞത്. നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുക. ഏതോട്ടത്തിൽ വെളിയിലുള്ളവരോട് പറയുന്നതാണ് യേശുക്രിസ്തു ഇത് ദൈവം പറയുന്നത്. എന്നാൽ മനുഷ്യൻ അവിടെ സൽഗുണപൂർണത പ്രാപിക്കാൻ സാധിച്ചു? ഇല്ല. പഴയ നിയമം മുഴുവൻ എന്താണ് സംഭവിക്കുന്നത്? എന്തൊക്കെയായാൽ തന്നെയും മനുഷ്യൻ്റെ സ്വന്തം കഴിവുകൊണ്ട് അവന് സൽഗുണപൂർണത പ്രാപിക്കാൻ സാധിച്ചില്ല. ഈ സൽഗുണപൂർണത പ്രാപിച്ച് ഇവൻ മടങ്ങി വരുമെന്ന് കരുതി ദൈവം കാത്തിരുന്നത് എത്ര വർഷമാണ്? ദൈവം എത്ര വർഷം കാത്തിരുന്നു മനുഷ്യന് വേണ്ടി? അവൻ സൽഗുണപൂർണത പ്രാപിച്ച് മടങ്ങി വരണം. എന്താ കാരണം? സ്വർഗരാജ്യം സ്ഥാപിക്കപ്പെടുന്നത് അങ്ങനെയുള്ളവരെ കൊണ്ടാണ്. സൽഗുണപൂർണത ലഭിച്ചവരെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് നിങ്ങളത് പ്രാപിച്ച് മടങ്ങി വരണം. അതിനുവേണ്ടി ദൈവം കാത്തിരുന്നത് എത്ര വർഷമാണ്? മില്യൺസ് ഓഫ് ഇയേഴ്സാണ് കാത്തിരുന്നത്. 10,000 വർഷങ്ങൾ ദൈവം കാത്തിരുന്നു. ഒടുവിൽ ദൈവം കാത്തിരുന്ന് മടുത്തു, കരുണ കാണിച്ച് മടുത്തു. ഇതിനെക്കുറിച്ച് നമ്മൾ പണ്ട് ചില എപ്പിസോഡുകളിൽ സംസാരിച്ചിട്ടുണ്ട്. ദൈവം കരുണ കാണിച്ച് മടുത്ത അവസരമാണ്. എന്തിനു വേണ്ടിയാണ് കരുണ കാണിച്ചത്? ഇവൻ്റെ മടങ്ങി വരവിന് വേണ്ടി. എങ്ങനെ മടങ്ങി വരണം? സൽഗുണപൂർണത പ്രാപിച്ചിട്ട് മടങ്ങി വരണം. അത് സാധിച്ചോ? ഇല്ല. ദൈവം കാത്തിരുന്നിട്ടും ഇവൻ സൽഗുണപൂർണത പ്രാപിച്ചിട്ടില്ല. അതുപോലെ തന്നെ മനുഷ്യന് ദൈവത്തെ കാണാൻ ആഗ്രഹമുണ്ടായി. സൽഗുണപൂർണത നഷ്ടപ്പെട്ട് ഓട്ടത്തിന് വെളിയിലായ മനുഷ്യന് ദൈവത്തെ കാണുവാൻ ആഗ്രഹമുണ്ടായി. അതുകൊണ്ടാണ് ദാവീദ് 13-ാം സങ്കീർത്തനം പറയുന്നത്, ദൈവമേ നിന്റെ മുഖം നീ എത്ര കാലം ഞങ്ങൾക്ക് മറച്ചു വെക്കും? നിന്റെ മുഖം ഞങ്ങൾക്കൊന്ന് കാണണം. കാണാതെ ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അങ്ങനെ മനുഷ്യൻ കാത്തിരിക്കുകയാണ്. മനുഷ്യനും കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവമുഖം കാണാൻ വേണ്ടി. ദൈവം എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? മനുഷ്യൻ തിരിച്ച് ദൈവത്തിങ്കിലേക്ക് സൽഗുണപൂർണത പ്രാപിച്ച് മടങ്ങി വരണം. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇങ്ങനെ കാത്തിരുന്ന് മടുത്ത അവസരമാണ് തിരുവചനത്തിൽ കാലത്തിൻ്റെ സമ്പൂർണത എന്ന് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാലത്തിൻ്റെ സമ്പൂർണതയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയാം. കാലത്തിൻ്റെ സമ്പൂർണതയിൽ സംഭവിച്ചത് ദൈവം മനുഷ്യരൂപത്തിൽ സ്വന്തം മകനായി, പ്രിയപുത്രനായി, സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് മനുഷ്യനായി താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. വന്നിട്ട് എന്തിനു വേണ്ടിയാണ് കടന്നു വന്നത്? മനുഷ്യനെ സൽഗുണപൂർണരാക്കുവാൻ വേണ്ടി. ഈ സത്യമാണ് ഇന്നും മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ലാത്തത്. ഈ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആര്?
യേശു ക്രിസ്തു. എവിടെ? 5-ാം അധ്യായം 48-ാം വാക്യത്തിൽ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുക എന്ന് യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ കാരണം അതാണ്. നിങ്ങൾ സൽഗുണപൂർണത പ്രാപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. അത് സാധിക്കാതെ വന്നപ്പോൾ യേശു ക്രിസ്തു സ്വയം ദൈവത്തിൻ്റെ പുത്രനായി കടന്നു വന്ന് നമുക്ക് സൽഗുണപൂർണത തരുവാൻ തീരുമാനിക്കുകയുണ്ടായി. നോക്കണം, എത്ര വലിയ പദ്ധതിയാണ്, രക്ഷാകര പദ്ധതിയാണ് ദൈവം ഒരുക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് മനുഷ്യൻ്റെ സ്വന്തം കഴിവുകൊണ്ട് സൽഗുണപൂർണത പ്രാപിക്കുവാൻ കഴിയുമോ? പഴയ വിധത്തിൽ സ്വന്തം കഴിവുകൊണ്ട് സൽഗുണപൂർണത പ്രാപിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ല. യോബിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. സ്വന്തം കഴിവ് കൊണ്ട് സൽഗുണപൂർണത പ്രാപിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. സ്വയം നീതിമാൻ എന്ന് പറഞ്ഞ് അതിൽ ആശ്രയിച്ച തൻ്റെ നീതി ദൈവത്തിൻ്റെ നീതിയെ പോലും കവച്ചു വയ്ക്കുന്നതാണെന്ന് ഇയ്യോബ് പറയുകയുണ്ടായി. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇയ്യോബിന് പോലും തിരിച്ചറിവുണ്ടായി. എന്താ തിരിച്ചറിവുണ്ടായത്? തൻ്റെ അജ്ഞതയിൽ താൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. തൻ്റെ അജ്ഞതയിൽ താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം താൻ അനുദപിച്ചു. എന്നിട്ട് താൻ പറയുകയാണ്, ദൈവമേ, നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ ഇപ്പോൾ നിന്റെ മുഖം ഞാൻ നേരിൽ കാണുന്നു, എൻ്റെ കണ്ണാൽ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ആരെയാ കണ്ണാൽ കാണുന്നത്? യേശു ക്രിസ്തുവിനെയാണ് കണ്ണാൽ കാണുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ ഇയ്യോബ് എപ്പോഴാണ് യേശു ക്രിസ്തു വരുന്നത്? യേശു ക്രിസ്തു വരുന്ന ഇയ്യോബിൻ്റെ ഈ ചരിത്രത്തിന് 1000-ൽ അധികം വർഷത്തിന് ശേഷമാണ് യേശു ക്രിസ്തു വരാൻ പോകുന്നത്. ആ വരാൻ പോകുന്ന യേശു ക്രിസ്തുവിൻ്റെ മുഖം, പ്രൈസ് ദി ലോർഡ്, ഇയ്യോബ് തൻ്റെ കണ്ണാൽ കണ്ടു. നേരത്തെ ഒരു എപ്പിസോഡ് നമ്മൾ ചിന്തിച്ചതുപോലെ യേശുവിനെ തിരിച്ചറിയുന്ന വ്യക്തിക്ക് എന്തുണ്ട്? പാപമോചനമുണ്ട്, പൂർണ്ണ നീതീകരണമുണ്ട്. അതാണ് ദൈവനീതി. അങ്ങനെ ഇയ്യോബ് നീതീകരണം പ്രാപിക്കുകയായിരുന്നു. അല്ലാതെ ഇയ്യോബ് സ്വന്തം കഴിവ് കൊണ്ട് നീതീകരണം പ്രാപിച്ചതല്ല. അപ്പോൾ സ്വന്തം കഴിവ് കൊണ്ട് ആർക്കെങ്കിലും നീതീകരണം പ്രാപിക്കുവാൻ കഴിയുമോ? ഇല്ല. അങ്ങനെ സ്വന്തം കഴിവുകൊണ്ട് നീതീകരണം പ്രാപിക്കുവാൻ കഴിയുമായിരുന്നു എങ്കിൽ ദൈവത്തിന് തൻ്റെ സകല മഹിമയും വെടിഞ്ഞ് തൻ്റെ ഓമനപുത്രനായിട്ട് ഈ ലോകത്ത് വരേണ്ട കാര്യമില്ലായിരുന്നു. തൻ്റെ പ്രവൃത്തി കൊണ്ട്, മനുഷ്യൻ്റെ സ്വന്തം പ്രവൃത്തി കൊണ്ട് നീതീകരണം പ്രാപിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ. നമുക്ക് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്ക് വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശം. ആ വീട്ടുടയവൻ പുലർച്ചയ്ക്ക് പോയി ജോലിക്കാരെ ഏർപ്പെടുത്തി, ഒരു വെള്ളിക്കാശൊക്കെ പറഞ്ഞൊത്ത് ജോലി കഴിയുമ്പോൾ വെള്ളിക്കാശ് നിങ്ങൾക്ക് തരും എന്നൊക്കെ പറഞ്ഞ് അവരെ തോട്ടത്തിൽ വേലയ്ക്കാക്കി. അത് കഴിഞ്ഞതിന് ശേഷം 6-ാം മണി നേരത്തും വേലക്കാരെ വിളിച്ചാക്കി. അവർക്ക് ഇത് തന്നെ പറഞ്ഞു. അതും കഴിഞ്ഞതിന് ശേഷം 11-ാം മണി നേരത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ വൈകിട്ട് 5 മണിക്ക് സമയം, ജോലിക്കാരെല്ലാം പിരിഞ്ഞു പോകുന്ന സമയം. ആ സമയത്തും താൻ വേലക്കാരെ വിളിച്ച് തോട്ടത്തിൽ വേല ചെയ്യുവാൻ ആക്കി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ ആദ്യം വന്നവർക്ക് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വെള്ളിക്കാശ് കൊടുത്തു. എന്നാൽ ഈ 11-ാം മണി നേരത്ത് വന്നവർക്ക് എന്താണ് കർത്താവ് ചെയ്തത്? ഈ 11-ാം മണി നേരത്ത് വന്നവനും ഒരേ വെള്ളിക്കാശ്.
ഒരേ ശമ്പളം കൊടുത്തു. അതിനാണ് പലപ്പോഴും ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ തമാശ രൂപത്തിലായിരിക്കാൻ പറഞ്ഞത്, യേശു ക്രിസ്തു ഒരു സാമ്പത്തിക വിദഗ്ധനല്ലായിരുന്നു എന്ന്. യേശു ക്രിസ്തു ഒരു സാമ്പത്തിക വിദഗ്ധൻ അല്ലായിരുന്നു എന്ന് തമാശ രൂപത്തിലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കണക്ക് തീർപ്പ് കൊണ്ടാണ്. കാരണം എന്താ? ഏറ്റവും ഒടുവിൽ വന്നവന് ഒരു വെള്ളിക്കാശു, അതുപോലെ ആദ്യം വന്നവനും ഒരു വെള്ളിക്കാശ്. അവനോട് ഒരു വെള്ളിക്കാശാ പറഞ്ഞിട്ടുള്ളൂ. അവനോട് അനീതിയായിട്ടൊന്നും ദൈവം വീട്ടുടേയും ചെയ്തിട്ടില്ല. പിന്നെ ഏറ്റവും ഒടുവിൽ വന്നവന്, ഇവിടെയാണ് തിരുവചനത്തിൻ്റെ ഒരു വലിയ മർമ്മം മറഞ്ഞു കിടക്കുന്നത്. പ്രവർത്തിയാൽ മനുഷ്യന് നീതീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു ഉദാത്തമായ ദൃഷ്ടാന്തമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പ്രവർത്തിച്ച് മനുഷ്യന് നീതീകരിക്കാൻ കഴിയുമോ? പ്രവർത്തിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? പ്രവർത്തിച്ചാൽ പ്രതിഫലം എന്ന് പറയുന്നത് കൂലിയായിട്ടാണ്, അല്ലാതെ കടമായിട്ടാണ് കിട്ടുന്നത്. നേരത്തെ ഒരു വെള്ളിക്കാശ് പറഞ്ഞിരുന്നു, അതാണ് കടമായിട്ട് കിടക്കുകയാണ്. 5 മണിയായപ്പോൾ അവൻ അത് കൊടുത്തു. എന്നാൽ 5 മണിക്ക് വന്നവനും ഈ ഒരു വെള്ളിക്കാശ് കൊടുത്തത് കൊണ്ട് അവൻ്റെ പ്രവൃത്തി കൊണ്ടാണോ അവന് ലഭിച്ചത്? ഇല്ല. റോമാലേഖനത്തിൻ്റെ സത്താണ് ഈ എക്സാമ്പിളിൽ കൂടി, ഈ ദൃഷ്ടാന്തത്തിൽ കൂടി യേശു ക്രിസ്തു വെളിപ്പെടുത്തി തരുന്നത്. എന്താണ് റോമാലേഖനത്തിൻ്റെ സത്ത്? റോമാലേഖനത്തിൻ്റെ കാമ്പ് എന്താണ്? വിശ്വാസത്താലുള്ള നീതീകരണം. ഈ 5-ാം മണി നേരത്ത് വന്നവന് എന്താണ് ലഭിച്ചത്? കൃപയാലാണ് അവൻ ലഭിച്ചത്. കൃപയാലാണ് അവൻ നീതീകരിക്കപ്പെട്ടത്. പ്രവൃത്തി മൂലമാണോ? അല്ല, അവനൊന്നും പ്രവർത്തിച്ചില്ല. രാവിലെ വന്നവരൊക്കെയാണ് പ്രവർത്തിച്ചത്. അവർക്ക് കടമായിട്ട് പറഞ്ഞ് അവർ കടം തീർത്ത് പോയി. എന്നാൽ ഈ 11-ാം മണി നേരത്ത് വന്നവന് ദൈവകൃപയാൽ ലഭിക്കുന്നതാണ് ആ നീതീകരണം. ഈ സത്യം നമ്മൾ മനസ്സിലായിരിക്കണം. ലേഖനത്തിൻ്റെ ഉൾക്കാമ്പതാണ്. പ്രവർത്തിയാലല്ല നീതീകരണം നടക്കുന്നത്, വിശ്വാസത്താലാണ് നീതീകരണം നടക്കുന്നത്. രക്ഷ നടക്കുന്നത് അതാണ്. എഫേസ്യർ 2-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ അതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തിയാലല്ല, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. 2-ാം അധ്യായത്തിൽ പറഞ്ഞതാണ്. പ്രവൃത്തിയാലാണോ? അല്ല. പ്രവൃത്തിയാലാണെങ്കിൽ പിന്നെ കൃപയില്ല എന്ന് പറഞ്ഞാൽ അത് പുലർച്ചയ്ക്ക് ജോലിക്ക് വന്നവൻ്റെ സമമാകും. എന്നാൽ കൃപയാലുള്ള രക്ഷയാണെങ്കിൽ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടാൻ പോകുന്നതല്ല, രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എപ്പോൾ രക്ഷിക്കപ്പെട്ടു? യേശുവിനെ റോമാലേഖനത്തിൽ വെച്ച് നമ്മളത് കണ്ടതാണ്. 10-9 കണ്ടതാണ്. യേശുവിനെ കർത്താവെന്ന വായു കൊണ്ട് ഏറ്റുപറഞ്ഞ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ അവന് രക്ഷ ഉറപ്പായി കഴിഞ്ഞു. കൃപയാലാണ് ഈ രക്ഷ കടന്നു വരുന്നത്. നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുന്ന അവസരത്തിൽ എബ്രായർ 10:10 കൃപയാൽ നമുക്ക് ലഭിച്ചത് എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. ഏകയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ആ 10:14 പറയുന്നത് എന്താണ്? ആ വിശുദ്ധീകരണം നമ്മളെ സൽഗുണപൂർണരാക്കി തീർത്തു. അപ്പൊ സൽഗുണപൂർണരാക്കുന്നത് എങ്ങനെയാണ്? യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ സൽഗുണപൂർത്തി. ഇതാണ് യേശു ക്രിസ്തു
തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ 5-ാം അധ്യായം 48-ാം വാക്യത്തിൽ പറഞ്ഞത്, പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുക. അതിൽ മനുഷ്യൻ പരാജയപ്പെട്ടത് കൊണ്ടാണ് കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ യേശു ക്രിസ്തു കടന്നു വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടി? നമ്മെ സൽഗുണപൂർണരാക്കിയിട്ട് ഇവിടെ സ്വർഗരാജ്യം സ്ഥാപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് യേശു ക്രിസ്തു കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സ്വർഗരാജ്യം സ്ഥാപിച്ചോ? എന്നാണ് സ്വർഗരാജ്യം ഇവിടെ സ്ഥാപിക്കാൻ സ്വർഗരാജ്യത്തിൻ്റെ ഉദ്ഘാടനം എന്ന് കഴിഞ്ഞു. യേശു ക്രിസ്തു ക്രൂശിൽ തൻ്റെ രക്തം ചൊരിയുന്നത് വരെ ഒന്നും സംഭവിച്ചില്ല. യേശു തൻ്റെ രക്തം ക്രൂശിൽ ചൊരിഞ്ഞപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ ഉദ്ഘാടനമായി കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ തൻ്റെ രക്തം ചൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ സകല പ്രവൃത്തിയും താൻ നിവർത്തിയാക്കി കഴിഞ്ഞിട്ട് എന്താണിപ്പോൾ ചെയ്യുന്നത്? ഏതെങ്കിലും തരത്തിൽ ഈ രക്ഷ ലഭിച്ച വ്യക്തിയിലൊരു പാപമുണ്ടായിക്കഴിഞ്ഞാൽ ആ പാപത്തിൽ നിന്നുള്ള മോചനം യേശുവിൻ്റെ ഉയർപ്പിനാൽ സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തു ഉയർത്തപ്പോൾ എന്താണ് സംഭവിച്ചത്? യേശു ക്രിസ്തു ഉയർത്തപ്പോൾ യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് പ്രൈസ് ദി ലോർഡ് സദാ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് റോമർ 4:24 പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നീതീകരണത്തിനായി അവനെ ഉയർപ്പിച്ചു. ഈ സത്യമാണ് ക്രൈസ്തവ ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തു നമ്മളെ നീതീകരിക്കാൻ വേണ്ടിയാണ് ഉയർത്തെഴുന്നേറ്റത്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ഇന്ന് സംഭവിക്കും? മനുഷ്യൻ്റെ നീതീകരണം സംഭവിക്കത്തില്ല. എന്നും അവൻ പാപിയായി തന്നെ ജീവിക്കേണ്ടി വരും. എന്നാൽ ഇപ്പോൾ മനുഷ്യൻ പാപിയാണോ? അല്ല. കാരണം എന്താ? അവനിൽ അറിയാതെ ഒരു പാപം ഉണ്ടായാൽ ആ പാപം യേശു ക്രിസ്തു സ്വയം ഏറ്റെടുത്ത് യേശു ക്രിസ്തു സ്വയം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ 17:19. യേശു ക്രിസ്തു സ്വയം ശുദ്ധീകരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ശുദ്ധീകരിക്കുന്നത്? നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കുമ്പോൾ അവന് ശുദ്ധീകരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ട് സദാ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കാത്തനെ കർത്താവ് ചെയ്യും. ഇതാണ് യഥാർത്ഥ രക്ഷയുടെ ദൂത് എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം ചിലപ്പോൾ ചിലർ ചിന്തിക്കാറുണ്ട്, യേശു ക്രിസ്തു അങ്ങനെ നമ്മളെ പാപത്തിൽ നിന്ന് കംപ്ലീറ്റ് മോചിപ്പിച്ചപ്പോൾ ഇനി നമുക്ക് ഇഷ്ടം പോലെ യേശു ക്രിസ്തു നീതീകരിക്കുന്നുണ്ടല്ലോ നമ്മളെ. എന്നാൽ ഇഷ്ടം പോലെ പാപം ചെയ്യാമല്ലോ. അതിന് തക്ക മരുന്ന് എബ്രായലേഖനം 10:26 പറയുന്നു. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ഇനി ദൈവത്തിൻ്റെ ക്രോധാഗ്നിക്ക് നാം ഇടയായിത്തീരും. അതുകൊണ്ട് സത്യത്തിൻ്റെ പരിജ്ഞാനം എന്താണ് സത്യം? യേശു ക്രിസ്തുവാണ് സത്യം. യേശു ക്രിസ്തു എങ്ങനെയാണ് സത്യമാകുന്നത്? യേശു ക്രൂശിൽ തൻ്റെ രക്തം ചൊരിഞ്ഞ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ മുഴുവൻ ഏറ്റെടുത്തു എന്നുള്ളതാണ് സത്യം. അങ്ങനെ നമ്മളെ നീതിമാന്മാരാക്കി. അങ്ങനെ നമ്മളെ നീതിമാന്മാരാക്കിയപ്പോൾ നാം ആരായിത്തീർന്നു? സൽഗുണപൂർണരായിത്തീർന്നു. യേശുവിൻ്റെ രക്തം നമ്മളെ സൽഗുണപൂർണരാക്കി. അപ്പോൾ നമ്മുടെ വിഷയം എന്തായിരുന്നു? മനുഷ്യന് സ്വന്തം കഴി കൊണ്ട് സൽഗുണപൂർണനാകാൻ കഴിയുമോ? ഇല്ലേ, ഇല്ല. മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് കഴിയില്ല. വിശ്വാസത്താൽ മാത്രമാണ് ഈ സൽഗുണപൂർത്തി. ഈ സൽഗുണപൂർത്തി വന്നതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? മൗത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കും. ആ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇനിയും വേണ്ടത്. അതാണ് യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ സൽഗുണപൂർത്തി വരുത്തിയ കർത്താവിന് നിരന്തരം സ്തോത്രം ചെയ്തുകൊണ്ട്
സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി, സമാധാനത്തോടുകൂടി ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നമുക്കിടയാകട്ടെ. ആമേൻ. ദൈവവചനം ജീവന്റെ വചനം.